സദ്യ സ്പെഷ്യലായിട്ടുള്ള മത്തങ്ങയും വൻപയറും കൊണ്ടുള്ള എരിശ്ശേരി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ അര കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം. കുതിർത്തെടുത്ത വൻപയർ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ഒരു അര കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വൻപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ അതിലേക്ക് അര കിലോ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 വിസിൽ വരെ ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങ, 1/4 കപ്പ് ചുവന്നുള്ളി, 5 അല്ലി വെളുത്തുള്ളി, എരിവിന് വേണ്ടിയിട്ട് 4 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇത്രയും നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തുനിന്ന് കൊണ്ടുവരാം. ഈ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു മണമായിരിക്കും ഇപ്പോൾ വരിക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ളത് മത്തങ്ങയും വൻപയറും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മത്തങ്ങയും വൻപയറും ചേർന്നിട്ടുള്ള എരിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. ഓണസദ്യക്കും അതുപോലെ വിഷു സദ്യക്കും മറ്റുള്ള എല്ലാ സദ്യകൾക്കും മസ്റ്റായിട്ട് വിളമ്പുന്ന ഒരു ഐറ്റമാണ്. ഇതുവരെ മത്തങ്ങയും വൻപയറും കൊണ്ട് എരിശ്ശേരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കണേ.